ഗായ്സ്, അങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, കൂലിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകട്ടോ. ഞാനുണ്ട് നമ്മുടെ ഫ്രണ്ട് അശോക്. യെസ്. അവിടെ നാട്ടിൽ എപ്പോഴും ഷോ? നാട്ടില് 6 മണിക്ക്, കേരളത്തില് തമിഴ്നാട്ടില് 9 മണിക്ക്. ഓക്കെ, അപ്പൊ നമുക്കാണ് ഫസ്റ്റ് ഷോ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് വെളുപ്പിന് 2:30 മണിക്കാണ്. ഇപ്പൊ സമയം എത്രയായി? 1:30 അവിടെ എത്തിയാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഷോക്ക് പോവാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പടം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഈ പടം മോശമായാലും നല്ലതാണെങ്കിലും നമ്മൾ പറയും, നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയും അല്ലേ? അത്രേ ഉള്ളൂ. ലോകേഷ് പണി വെച്ചിട്ടുണ്ടാവും എന്തേലും, അതില് നമുക്കൊരു വിശ്വാസമുണ്ട്. ബാക്കി എന്താന്ന് കണ്ടറിയാനേ. പക്ഷെ അതിനു മുമ്പ് ഗായ്സ് ലൈസൻസ് എടുത്തിട്ട് മസ്താങ് ട്രൈ ആക്കാൻ വേണ്ടി പോവാണ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ. ഷെയ്ഖ് സായിദ് റോഡ് അല്ലേ? ഓക്കെ, അതിൽ കൂടെ ഒന്നൊരു പടയാൻ പടയ്ക്കും. അത് വേറെ കാര്യം. അതെങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. പടച്ചോനെ, ചെക്കനന്റെ ചങ്കം കൊണ്ടാവോണേ. പഴശ്ശിയുടെ യുദ്ധം ഇനി കമ്പനി കാണാൻ പോണുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ആംബ്രേക്ക് റിലീസ് ചെയ്ത്. യെസ്, ബെൽറ്റ് ഇട്ടില്ല. ബെൽറ്റ് ഇട്ടിട്ട് ആശാ മഴക്ക് പറയുന്നത്. ബെൽറ്റ് ആദ്യം ഇടണമെന്ന് പറഞ്ഞേക്കുന്നു. ഓക്കെ, ശരി നോക്കട്ടെ ഇട്ടു. ഓ കറക്റ്റ്. യെസ്, എന്നിട്ട് വേസ്റ്റ് കൊടുക്കും. ബ്രേക്ക് ഒക്കെ അന്യായ ബ്രേക്കാണോ? സൂക്ഷിച്ചിടിക്കുള്ളൂ ഞാൻ. വേഗണർ ഓടിച്ച് പഠിച്ചവനാണ് ഞാൻ. എന്റെ അടുത്താണത് പറയണത്. തന്റെ V8 V4 ഒക്കെ നമുക്ക് ഇതിലെടുത്തൂടെ? ഇൻഡിക്കേറ്റർ ഒക്കെ കുളിയുണ്ടോ? ഒരു വണ്ടി പോലും ഇല്ല. കൈ നിക്കത്തില്ല, തെറിക്കും. തെറിക്കണം. കണ്ടോ കളി? ജെറ്റ് വിമാനം ഇതെടുത്താലോ നമുക്ക്? എന്റെ അമ്മനെ, ഇത് എന്ത് സാധനം? ഇത് 5 ലിറ്റർ ആണോടോ? അയ്യോ, എത്ര കൊടുത്ത ലിമിറ്റ്? 100 രൂപ കൂടെ? 100 രൂപ പോവാം. വേണ്ട, 80 പോവാം. മറ്റേ ഇത് ഓറഞ്ച് ലൈൻ ഡിറ്റക്ടർ വരും. ലൈൻ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് കാണിക്കും. കണ്ട ഓറഞ്ച് ഒന്നണ്ട, അതിന്റെ അർത്ഥം ബാക്കിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെന്ന്. ഭയങ്കര ടെക്നോളജി ആയി. എന്താ മോനെ, എന്താ സാധനം? ഇത് ഷെയ്ഖ് സായിദ് റോഡല്ലേ ഗൈസ്? ഇതെന്റെ ഒരു ഡ്രീം ആയിരുന്നു, ഈ സാധനം എടുത്തിട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ ഒരു പടപടയ്ക്കണത്. ഓ, ഡ്രീം അങ്ങോട്ട് സാധിച്ചു. ഇൻഡിക്കേറ്റർ പടയണം. ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ്? ഇവിടെ 100, തനിക്ക് 120 പോകാം. ബ്രേക്ക് ഭയങ്കര ഡൈനാമിക്സ് ആണ്. ഇൻഷുറൻസ് ഉള്ളതല്ലേ? ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം കാണിക്കാലോ. അത് ശരിയാ. മക്കളെ, ഇത് എന്തുട്ടാ സാധനം? ആദ്യയുടെ ചലഞ്ചർ ഓടിച്ച പോലും ഇത്ര പ്രശ്നം ഉണ്ടായില്ലേ. പക്ഷെ ഇത് റോക്കറ്റ് തന്നെ. കുത്തിക്കണ കുതിപ്പ് വേണ്ട, സൗണ്ട് ഉണ്ടാ? ക്യാമറ ഇല്ലല്ലോ. ക്യാമറ ഉണ്ട് അവിടെ. അടിച്ചാ? ഇല്ലല്ല, അടിച്ചിട്ടില്ല. അടിച്ച പൈസ ഇറക്കി ഞാൻ മസ്ത് വീട്ടിൽ വിളിച്ചോളാൻ പറയും. വലിയ 100 വേണം. സൂപ്പർ റിയാലിറ്റി. യെസ്. ഓ, പൊളി. സ്മൂത്താണോ ഈ സാധനം? 120 കുറഞ്ഞില്ലേ? അടിച്ചാ? ഇല്ല. ഫ്ലാഷ് അടിക്കൂലേ? ഇനി റൈറ്റ് എടുത്ത് ഇതിന്റെ എടുത്ത പണി ഉറപ്പാ. 120 കേറണ അറിയണം കൂടി ഇല്ല. എക്സ്ട്രീം റൈറ്റ് എടുക്കണം. അടുത്ത റൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആകാംക്ഷ പിടിച്ചോളും, കുഴപ്പമില്ല. എവിടെയോ സ്പീഡ് കൂടിയിട്ടുണ്ട്, പക്ഷെ എവിടെയൊന്നും ഒരു പിടിയില്ല. സംഭവം എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. തനിക്ക് ഈ മാപ്പും കൂടെ ഇടയ്ക്ക് നോക്കൂടെ? ഓ, ഇതിങ്ങനെ സാമാനം ഉണ്ടായിരുന്നോ? നമ്മള് ഫോണില് നോക്കണ പോലെ ഇത് ഫുള്ള് വണ്ടി തന്നെ ഉണ്ടായിരുന്നല്ലേ. വാഗണർ പിടിച്ച് ശീലിച്ച് എനിക്ക് ഇതൊക്കെ അറിയില്ലായിരുന്നു.
ഇവിടെ നമ്മുടെ ബുർജ് ഖലീഫ ബുർജ് കഴിഞ്ഞോ? കഴിഞ്ഞാ ആ എടുക്കണ്ട ഒന്നും വേണ്ട. ആ സിസ്റ്റം പ്രസ് ഓപ്പൺ ചെയ്. പച്ച എത്തുവോ? ഇറങ്ങോട്ട് പതുക്കെ പതുക്കെ തുറന്ന് തുറ. എന്താണോ പ്രസ് ചെയ്. ഒരാഴ്ച പ്രസ് ചെയ്താൽ മതി വരും. എട് വേ എടുക്കനി. അത് കുഴപ്പമില്ല. താ ക്ലച്ച് കൂടി. എട് പോട്ട് പോട്ട്. അത് കുഴപ്പമില്ല. അതവിടെ ഇരുന്നോളൂ. പോ പതുക്കെ പതുക്കെ. സബൂർ സബൂർ. വണ്ടി വണ്ടി. ഈ സംഭവം കൊണ്ട് പാർക്കിംഗ് കൂടെ ഓടിക്കാന്ന് പറയാൻ ഇച്ചിരി പാടാ. എനിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് തരണം ഇതിൽ കൂടെ കൊണ്ടുപോകണേല്. എന്റെ ആളിയ ഇത് താൻ എടുത്തിട്ടുണ്ടെങ്കിൽ താനൊരു ഡ്രൈവർ ആണെന്ന് ഞാൻ പറയും. ഉറപ്പാണ്. പതുക്കെ എന്റെ ആരും എനിക്ക് വാഗണർ ഓടിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളെങ്കിലും ഇത് ഞാൻ എടുത്തിരിക്കും. പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കെ പോട്ടെ. പൊളിച്ച് നമുക്ക് ലെവൽ 1 ആക്ച്വലി ലെവൽ 1 കിട്ടാ പൊട്ടാനില്ല. ഇവിടെയാണ് സ്റ്റാർ സിനിമ എൻട്രൻസ്. ആൾക്കാരെ തിറക്കണ്ട മോനെ. കൂലി തലയാ. എല്ലാരും കച്ചട്ടി വന്നേക്കാണ് കേട്ടാ. എവിടെയെങ്കിലൊക്കെ പാർക്കിംഗ് കാണും. ധീരതയ്ക്കുള്ള അവാർഡ് നേടിക്കൊണ്ട് ഹൾക്കൻ ഇവിടെ വണ്ടി എത്തിച്ചിരിക്കുന്നു. മതി 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 മതി. വണ്ടി എടുത്ത് മതി. ധാരാളം. തന്റെ പാർക്കിംഗ് ശരിയാവുന്നു ഇവിടെ. താൻ 2 തവണ പൊട്ടിയല്ലേ മാൻ. ആംഗിൾ പാർക്കിംഗ് ഒക്കെ അനീഷില്ലേ തോറ്റത് എടുത്തിട്ട് കയ്യും കണക്കിലറിയാൻ. നോക്ക് ആരോടാ ഗൈസ്. മസ്താങ് 5 ലിറ്റർ ഓടിച്ച എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്തുട്ടാ മുതല് കില്ലാടി സാധനം. നമ്മള് മറ്റുള്ള ചെറിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടേ ഇതിൽ കാല് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ ജെറ്റ് പോണ പോലെ എന്ന് പറയാൻ പറ്റില്ല. ഇയാൾക്ക് അബുദാബി പോയിട്ട് കുറെ ഫൈനൊക്കെ കിട്ടിയെന്ന് പറയണ്ടായിരുന്നു. അപ്പം ഞാൻ കളിയാക്കി. പക്ഷെ ഇത് ഓടിച്ചപ്പോഴാണ് മനസ്സിലാവണേ ഇത് ഓടിച്ചിട്ട് ഫൈൻ കിട്ടിയില്ല. അത്ഭുതമുള്ളൂ. ഇത് ഇതെങ്ങനെ ഇത് കൊണ്ടുനടക്കണ ഈ സാധനം. തൊട്ടാ കാശ്. തൊട്ടാ കാശ്. അപ്പൊ സിനിമ തുടങ്ങാൻ സിനിമ ബാക്കി പറയാം. Just water. അടുക്കിരിക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലം. ഗായ്സ് അങ്ങനെ പടം കഴിഞ്ഞു. ഉറക്കാരി നടന്നിട്ട് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ശോകമായിരുന്നു. ലൊക്കേഷന്റെ പണ്ണല അത്ര കൊണ്ട് ശരിയായില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സൗബിനൊക്കെ തകർത്തേക്കണ്, ഒന്നും പറയാല്ല. എനിക്ക് ആകെ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് പോകുന്നത് ശ്രുതിഹാസനാണ്. അതെനിക്കോ സത്യം ശ്രുതിഹാസൻ അത്ര
സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. മനസ്സിലായില്ല. അതൊരു ചൊവ്വായിട്ട് എനിക്ക് തോന്നിയില്ല. അമീർ ഖാന്റെ ഒരു വരവുണ്ട് എന്റെ മക്കളെ. ഞാൻ വിചാരിച്ചത് ഏതൊരു ഫിലിപ്പീനി വന്നിറങ്ങാന്ന്. കുറച്ച് പട്ടികളൊക്കെ ആയിട്ടൊരു വരവ്. ഓ എന്തൊട്ട കാല് കാണുമ്പോഴേ വല്ലാത്തൊരു പഹയ. അമീർ ഖാന്റെ എൻട്രിയോട് പടം വേറെ ലെവലായിരിക്കും. പക്ഷെ അപ്പഴേക്കും പടം കഴിഞ്ഞു. പടം സൂപ്പറായിരുന്നു കേട്ടോ. ഇന്റർവെല് ശേഷം സൂപ്പറായിരുന്നു. ഇന്റർവെല് വരെ പടം വളരെ ആവറേജ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന് ഞാൻ ഉറങ്ങിയില്ല. പുള്ളി നല്ല ഉറക്കം ഉറങ്ങിയാണ്. പുള്ളി അത്രയും ബോറടിച്ചു. പുള്ളി പറഞ്ഞ കങ്കോ ഇതിലുമ്പോ അതാണ്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എനിക്ക് പടം ഫസ്റ്റ് ഹാഫ് മാത്രം ഇഷ്ടപ്പെടില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളി. ലൊക്കേഷന്റെ പണ്ണിൽ ഏറ്റേക്കണ സെക്കൻഡ് ഹാഫിലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2.5 മണിക്ക് ഷോണിങ്ങിട്ട് പടം കഴിഞ്ഞ 5:45 ആയിക്കണേ. എത്ര നേരം എടുത്ത് പടം കഴിയാൻ. ഓഫ് ഗായ്സ്. അപ്പൊ കൂലി എന്ന മെഗാ ചിത്രത്തിന്റെ റിവ്യൂടെ അവസാനിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും പറയാണ്ട? 1000 കോടി അടിക്കുമോ? 1000 കോടി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 500 കോടി അടിക്കും. 500 കോടി അടിക്കായിരിക്കും. അതിന് മേലേക്ക് ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ അത്രേ ഉള്ളൂ. വൺ ടൈം ആവറേജ്. വലിയ ലിയോന്റെ പോലെ ഒന്നും 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാനുള്ള സിനിമയൊന്നുമില്ല. എനിക്ക് ലോകേഷിന്റെ കരിയറിലെ ഒരു മോശം ചിത്രമായിരിക്കും ഇത്. ഒരു കറുത്ത മാർക്കായിട്ട്, അതെ, ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഈ സിനിമ മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പേഴ്സണലി പടം കണ്ടിറങ്ങിയ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സെക്കൻഡ് ഹാഫ് മാറ്റി നിർത്തിയ ബാക്കിയൊക്കെ വെറും ആവറേജ് തന്നെ ഉള്ളു. അല്ലാണ്ട് അതിനപ്പുറത്തോട്ടൊന്നും പടത്തിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എടുത്തു പറയുന്ന ക്യാരക്ടർ സൗബിൻ പൊളിച്ചു, അടിപൊളി. രജനികാന്ത് ആസ് യൂഷ്വൽ തകർത്തിട്ടുണ്ട്. പിന്നെ രജനികാന്തിന്റെ കൂട്ടി പുള്ളി ആ മുടി കൊടുത്തിട്ട് ആളെ പേരെന്തായിരുന്നു? പ്രസന്ന മാസ്റ്റർ. ആള് നല്ല സുനാർന്നിട്ട് ആളുടെ കന്നഡ ആളും സൂപ്പറായിരുന്നു. പിന്നെ മറ്റാൾ അടിപൊളിയായിരുന്നു നാഗാർജുന. നാഗാർജുനയുടെ കോട്ടക്കുള്ള സീനക്കില്ലേ, അയാൾക്ക് 70 വയസ്സുണ്ട് നാഗാർജുനക്ക്. അയാൾ വേറെ ലെവല്. അഭിനയം, ആളുടെ ലുക്ക്, എന്താ പറയാ, ഒരു രക്ഷയില്ല. അടിപൊളി, മുട്ട് വേറെ ലെവലാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ അനിരുദ്ധിന്റെ BGM-ഉം പൊളിച്ചിട്ടുണ്ട്. പക്ഷെ ജയിലിയറിന്റെ അത്ര അങ്ങോട്ട് പോരാ അല്ലേ? അതെ, BGM എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയൊന്നുമില്ല. നിങ്ങൾ കണ്ടു നോക്കിട്ടോ, സുഖമുള്ള BGM ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. പ്രാവശ്യം കാണാറുണ്ട്. അപ്പൊ പടം കഴിഞ്ഞിറങ്ങി. ഇനി പ്രത്യേകിച്ചൊന്നും പറയാല്ല, പോയിടന്ന് ഉറങ്ങട്ടെ. ഉറക്കൊളിച്ച് വന്നത് വെറുതെ, അതോടെ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാല്ല. ഓക്കെ, ബൈ.